സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദീപികയും സിദ്ധാർത്ഥനും ചേർന്ന് സി എമ്മിനെ കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ശ്രമം പരാജയപ്പെടുകയും തുടർന്ന് പ്രഭയുടെ അടുത്ത് വന്ന് അത് പറയുമ്പോൾ പ്രഭയുടെ പക്കൽ നിന്നും കേൾക്കുന്നത് വളരെ മോശപ്പെട്ട രീതിയിലുള്ള കളിയാക്കലുകളും മാത്രമല്ല തൻ്റെ മകനെ താൻ അന്വേഷിച്ചിറങ്ങും, അതിനിപ്പോൾ ഏത് രീതിക്കാണെങ്കിലും നിങ്ങളാരും അന്വേഷിക്കാൻ വരേണ്ട കാര്യമില്ല, എതിർപക്ഷത്തിന് വേണ്ടി ഞാനും മത്സരിച്ചവളാണ്, അതുകൊണ്ട് കുറച്ചൊക്കെ രാഷ്ട്രീയവും പിടിപാടും എനിക്കുമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഭാവതിയാണെങ്കിൽ ഇറങ്ങാൻ നിൽക്കുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇവിടെ നിന്നും എന്നെയും ദേവികയെയും മാനം കെടുത്തി അല്ലെങ്കിൽ അപമാനിച്ച് ധിക്കരിച്ച് ഇറങ്ങി പോവാനാണ് നിന്റെ തീരുമാനമെങ്കിൽ അതോടുകൂടിയിട്ട് നീ ഇനി എന്നോട് സംസാരിക്കാനോ ഒന്നിനും വരരുത്. മാത്രമല്ല നിന്റെ മകൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണക്കാരി നീ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് പ്രഭാവതിയെ കുറ്റപ്പെടുത്തുന്നു. ഈ സമയം അതും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥനകത്തേക്ക് പോകുമ്പോൾ പ്രഭാവതിയാണെങ്കിൽ എല്ലാ ദേഷ്യവും ദേവികയിലാണ് തീർക്കുന്നത്. നീയുണ്ടല്ലോ, നീ ശരിക്കും അവനെ സ്നേഹിക്കുന്നില്ല, വല്ലാത്തൊരു സാധനം തന്നെയാണ് നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവികയെ വളരെ മോശപ്പെട്ട രീതിയിൽ കുറ്റപ്പെടുത്തി അകത്തേക്ക് കയറിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഋഷിയാവട്ടെ ഈ പറയുന്ന പ്രകാശ് തന്നെയാണ് അവനെയും കടത്തി വെച്ചിരിക്കുന്നത്. കെട്ടിയിട്ട അവസ്ഥയിലാണ് അവനെ കാണപ്പെടുന്നത്. മാത്രമല്ല അവനെ ഉപദ്രവിക്കാനായിട്ട് ഒരു ഗുണ്ട അവിടെ എത്തുന്നു. എന്നിട്ട് മുഖത്തടിക്കുകയാണ് രക്ഷിക്കാൻ പറയുന്ന സമയത്തൊക്കെ. അങ്ങനെ ഋഷി ആ ഒരു മർദ്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങി അങ്ങനെ കഴിയുന്നുണ്ട്. മറുഭാഗത്ത് ഋഷിയെ അന്വേഷിച്ച് അല്ലെങ്കിൽ ഇനി എവിടെ പോയി അന്വേഷിക്കും, അരുന്ധതി മാഡത്തിൻ്റെ കോപം കുറച്ചെങ്കിലും തണുപ്പിക്കണമെങ്കിൽ നമ്മൾ ഋഷിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു തുമ്പ് കണ്ടുപിടിച്ചേ മതിയാകുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസബലയും കെവിനും ടെൻഷൻ അടിക്കുകയാണ്. അങ്ങനെ പ്രകാശിൻ്റെ രീതികളും മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് നന്ദനാണെങ്കിൽ എന്തൊക്കെയോ പന്തികേട് തോന്നുകയാണ്. എന്തായാലും അവനെ കെട്ടയച്ച് വിട്ട സ്ഥിതിക്ക് തന്നെ നന്ദൻ ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട്, ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഓടുക. അതിനു വേണ്ടിയിട്ട് നന്ദൻ മുതിരുന്നുണ്ട്. അതായത് ആ ഗുണ്ടകൾ എല്ലാവരും നിൽക്കുമ്പോൾ തന്നെ അവരെയൊക്കെ അടിച്ചിട്ട് പുറത്തേക്ക് കടക്കാനായിട്ട് ഓടി പോകുന്നുണ്ട്. പക്ഷേ എല്ലാവരും അവന് പുറകെ തന്നെ പോകുന്നു. നന്ദനിന് രക്ഷപ്പെടുമോ അല്ലെങ്കിൽ പ്രകാശിൻ്റെ കൈകളിൽ തന്നെ അവൻ വീണ്ടും കുടുങ്ങുമോ എന്നൊന്നും തന്നെ അറിയില്ല. അപ്പോൾ കാത്തിരിക്കാം ഇന്നത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.